ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ-വി ഷോറൂം തുറന്നിരിക്കുകയാണ്. എവിടെയാണെന്നറിയോ? നമ്മുടെ സ്വന്തം കേരളത്തിലെവിടാ? യെസ്, കൊച്ചി ഇടപ്പള്ളിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാറ്റ ഇ-വി എക്സ്ക്ലൂസീവ് ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ഔട്ട്ലെറ്റ് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ ഓപ്പൺ ചെയ്ത കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ പല പല ബിസിനസ് ബ്രാൻഡുകളുടെ വലിയ ഷോറൂം തുറക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. എന്തുകൊണ്ട് കേരളം? ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് കേട്ടോ. യെസ്, നമ്മുടെ കേരളവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പുതിയ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുറക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ വരുന്നു എന്നതിനപ്പുറം നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതിലുപരി നമുക്ക് നമ്മുടെ എക്കണോമി, നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പല സ്ഥാപനങ്ങളുടെയും വലിയ വലിയ ഔട്ട്ലെറ്റുകൾ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇടപ്പള്ളി ടാറ്റ ഇ-വി എക്സ്ക്ലൂസീവ് ഷോറൂമിൻ്റെ കാര്യം പറയുമ്പോഴേ അതൊരു ഷോറൂം, അതായത് കാർ ഷോറൂമിലുപരി അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഇതിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 23,500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ഷോറൂമിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഇനിയിപ്പോൾ ഏതെങ്കിലും കാർ ഷോറൂമുകൾ വലിയ നമ്പേഴ്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇത് വരുന്നത് നമ്മുടെ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ്. അപ്പോഴേ ഈ ഷോറൂമിൻ്റെ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാര്യം ഇപ്പോൾ ഇവർ 3 കാറ്റഗറി ആയിട്ട് 3 പില്ലേഴ്സൊക്കെ ആയിട്ട് ഈ ഒരു ഷോറൂമിനെ തിരിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊതുവേ നമ്മൾ കാർ ഷോറൂമുകളൊക്കെ കാണുന്ന സമയത്ത് യെസ് ഓഫ് കോഴ്സ് ഗ്ലാസ് ഇട്ട ഒരു വലിയ ഷോറൂമൊക്കെ ആയിരിക്കും നമ്മൾ പല ബ്രാൻഡുകളുടെയും കണ്ടിട്ടുള്ളത്. ഇവിടെയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് വരുന്നുണ്ട് കേട്ടോ. അതായത് 70% സൺലൈറ്റ് ഈ ഒരു ഷോറൂമിനകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അവർ LED ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ഒരു പരിധി വരെയൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ ഒരു ഷോറൂമിൻ്റെ വലിയ വലിയ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആശയം ഇവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല മെറ്റീരിയൽസും റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഈ ഒരു ഷോറൂമിനുണ്ട്. അതായത് നമുക്ക് ഒരു എക്കോ ഫ്രണ്ട്ലി ഷോറൂം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഷോറൂമിനകത്ത് കാണാനായിട്ട് പറ്റും. എന്തായാലും കയറി ചെല്ലുന്ന സമയത്ത് ഇത്രയും സൺലൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിന്റെ കുറഞ്ഞ ഉപയോഗവും പിന്നെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സും എല്ലാം കൂടെ കയറി ചെല്ലുന്ന സമയത്ത് എന്തായാലും രസമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഷോറൂമിൽ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഈ ഷോറൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ മറ്റ് ഷോറൂമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് കിട്ടും എന്നുള്ളതാണല്ലോ ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ് ഓഫ് കോഴ്സ് ഇതൊരു ഇ-വി കാർ ഷോറൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇ-വി കാർ ഉണ്ടാവും. അതുമായിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാർജിങ് ആണ്. കറക്റ്റ് ആണല്ലോ അല്ലേ? ഈ ചാർജിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ പല സ്ഥലത്തും ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ പോയി ചാർജ് ചെയ്താൽ പോരാ, നിങ്ങൾ ഇവിടെ കയറി ചാർജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റുകൾ കിട്ടും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇ-വി കാറുമായിട്ട് നേരെ ഈ ഷോറൂമിനകത്തേക്ക് വരുന്നു, നിങ്ങൾ അവിടെ ചാർജ് ചെയ്യാൻ ഇടുന്നു. എന്തായാലും ചാർജ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സമയം നിങ്ങൾക്ക് എന്തായാലും അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഈ ഷോറൂമിനകത്തേക്ക് കയറുക. അവിടെ ബ്ലൂ ടൊക്കായിയുടെ കോഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബാർകോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്ലൂ ടൊക്കായിയുടെ തന്നെ പല വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി, ഏത് കോഫിയാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കുടിച്ചുകൊണ്ട് തന്നെ ആ ഷോറൂമിനകത്തേക്ക് കയറാം. ഈ കോഫി ഇങ്ങനെ കയ്യിൽ വെക്കുക, എന്നിട്ട് നിങ്ങൾ നേരെ ചെല്ലേണ്ട ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇ-വി കാറുമായിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് പോകാനായിട്ടുള്ള പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റിനകത്ത് ഇപ്പോൾ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ, ഇപ്പോൾ നിങ്ങളൊരു കൊച്ചി ടു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളുടെ ഇ-വി കാറുമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അവിടെ അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ കാറിൻ്റെ മോഡൽ, നിങ്ങൾ ഏത് കാറാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾ അവിടെ എത്തുന്നത് അത് കാണിക്കും. അതുപോലെ തന്നെ എത്ര സമയം എടുക്കും, നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന പോലെ തന്നെ എത്ര സമയം എടുക്കും. അതിലുപരി ഗൂഗിൾ മാപ്പിലൊന്നും കാണിക്കാത്തൊരു കാര്യമാണ് ഈ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എത്ര പൈസ നമുക്ക് നമ്മുടെ ഇ-വി കാറിന് ചിലവാകുന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ കാണിക്കത്തില്ല. അപ്പോൾ അത് നമുക്ക് ഇവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിന് ഇടയ്ക്കുള്ള എന്തുമാത്രം ചാർജിങ് സ്റ്റേഷൻസ് അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് വരെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഈ കോഫിയും കുടിച്ചുകൊണ്ട് ഇതും ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ടാറ്റയുടെ പുതിയ ഇ-വി മോഡൽസ് ആണ് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പുതുതായിട്ട് ഇറങ്ങുന്ന മോഡൽസ്, ഇപ്പോൾ കർവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പല കളർ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പുതിയ പുതിയ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ലവരുടെ അല്ലേ? അപ്പോൾ ഒരു കോഫിയും കുടിച്ചുകൊണ്ട് എന്തായാലും ഈ വണ്ടി ചാർജ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ടാണ് വരുന്നുണ്ടെങ്കിലേ
അവിടെ കിഡ്സിന്റെ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതെല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഷോറൂം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ഷോറൂം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡ്രോയിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ ടാറ്റ കാറിന്റെ മോഡലാണ് അവർ വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് വേണം കളറിങ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എൻഗേജ്ഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ചാർജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം പരമാവധി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ആ ഒരു ഷോറൂമിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ എന്തെങ്കിലും പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിലുപരി ഈ ഒരു ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരം അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാരി ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തരും. അതെല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു EV കാറിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഈ കാർബൺ എമിഷൻ ആണല്ലോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഷോറൂമിന്റെ കാര്യം പറയുന്ന സമയത്തും. അപ്പോൾ അത്രയും എന്താ പറയുക, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് EV ഷോറൂമാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോറൂം വന്നു എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ ഇനിയും ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുകയാണ്. യെസ്, നമ്മുടെ കേരളം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് മാൾസ്, തിയേറ്റേഴ്സ് തുടങ്ങിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കേരളം വളരട്ടെ അല്ലേ.